ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളാണ്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ഇവിടെ യെരുശലേമില് ആറ്റുവാതിൽക്കൽ ബെഥസ്ത എന്ന് പറയുന്ന ഒരു കുളം, അധികം പേർക്കും ബൈബിളിൽ ഇത് വായിച്ചിട്ടുണ്ടാവും, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബെഥസ്ത കുളത്തിന് അരികെയുള്ള മണ്ഡപത്തിൽ അനേക രോഗികൾ കിടക്കുന്നുണ്ട്. കുരുടര്, മുടന്തര്, ക്ഷയരോഗികള്, പലവിധ വ്യാധികളാൽ ബാധിക്കപ്പെട്ട അനേക ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അവരവിടെ കാത്തു കിടക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യമാണ്. ആ മണ്ഡപത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നത്? ഈ ബെഥസ്ത കുളത്തിൽ ഒരു ദൂതൻ വന്ന് വെള്ളം കലക്കും. അതൊരു പക്ഷെ വർഷത്തിലൊരിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴായിരിക്കാം, എപ്പോഴാണെന്നറിയില്ല. എന്നാൽ ഈ വെള്ളം കലങ്ങുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരിക്കും. അല്ലാതെ എപ്പോഴും ഇതിനകത്തേക്ക് നോക്കിയിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ വെള്ളം കലങ്ങുന്ന ശബ്ദം, ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ആരാണോ ആദ്യം ഇറങ്ങുന്നത് ആ വ്യക്തിക്ക് സൗഖ്യം വരും. അത് ഒരുപക്ഷെ ആ സമയത്തായിരിക്കും ഒരുത്തിന് ബാത്റൂമിൽ പോകണമെന്ന് ആഗ്രഹം വന്നിട്ട് അവൻ ബാത്റൂമിലേക്ക് പോയിരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് അല്പം ഒന്ന് മാറിയ സമയത്തായിരിക്കും ദൂതൻ വരിക. അതുമല്ലെങ്കിൽ ഈ ദൂതൻ വന്ന് വെള്ളം കലക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും തനിക്ക് മുമ്പായി ഒരുത്തൻ ചാടി അവൻ ആ വെള്ളത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു പോകും. ഇവിടെ 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അവന്റെ മുമ്പിൽ നിന്ന് അനേക രോഗികൾ സുഖം പ്രാപിച്ച് മുന്നോട്ട് പോയി. എന്നാൽ അവന് സുഖം കിട്ടിയില്ല. സാധാരണഗതിയിൽ മനുഷ്യൻ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിന്മേൽ കുറേ സമയമൊക്കെ പ്രാർത്ഥിക്കും, കുറേ ആളുകൾ വന്ന് പ്രാർത്ഥിക്കും, കുറേ ദേവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കും. എന്നിട്ടും ഒരു സൗഖ്യം കാണാതെ വരുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് നിരാശപ്പെട്ട് ആ രോഗവുമായിട്ട് ഇഴുകിച്ചേർന്ന് ഇനി ഒരു സൗഖ്യം ഇല്ല എന്ന് അവൻ തന്നെ വിശ്വസിച്ച് ഉറപ്പിച്ച് അവിടെ കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ മനുഷ്യൻ 38 വർഷമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല. അവൻ അവിടെ കിടന്നു. ഒരു ദിവസം, എനിക്കൊരു ദിവസമുണ്ട്, ദൂതൻ വെള്ളം കലങ്ങുന്ന ദിവസം ഞാൻ അവിടെ ഇറങ്ങും, എങ്ങനെയെങ്കിലും ഞാൻ ഇറങ്ങും. അപ്പൊ അതിനു മുമ്പ് തത്രപ്പെട്ട് പോകുന്നവരൊക്കെ പോട്ടെ, പുതിയ ആളുകൾ വേറെ വരുന്നുണ്ടായിരിക്കാം പോയി കഴിയുമ്പോൾ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും സുഖം പ്രാപിക്കും, എനിക്കൊരു സൗഖ്യം വേണം എന്ന് അവൻ്റെ ഉള്ളിൽ വലിയ വാഞ്ചയും ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശു അവിടെ വരുന്നത്. യേശുവിനെ അവൻ കണ്ടിട്ടില്ല, യേശുവിനെ അവൻ അറിഞ്ഞിട്ടില്ല, യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ യേശു ആരാണെന്ന് അവൻ അറിയില്ല. യേശു അവിടെ വന്നു, അവനെ കണ്ടു, ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ഇവനിങ്ങനെ കിടന്നിട്ട് ഏറെ കാലമായി, ഇവന് സൗഖ്യം കിട്ടിയില്ല. പല ആളുകളും ഇവന് മുമ്പ് വന്ന 10 വർഷം മുമ്പ് വന്ന ആളുകൾ എഴുന്നേറ്റ് പോയി, 5 വർഷം മുമ്പ് വന്ന ആളുകൾ എഴുന്നേറ്റ് പോയി. 38 വർഷമായിട്ടും സൗഖ്യം കിട്ടാതെ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. അവനൊരു നിസ്സഹായനായ വ്യക്തിയാണ്. ആ വെള്ളം കലങ്ങുന്ന സമയത്ത് ഒന്ന് സഹായിക്കുവാൻ, ഒന്ന് ഓടി വന്ന് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കുവാൻ, അവൻ്റെ രോഗത്തിനൊരു സൗഖ്യം കിട്ടുവാൻ, അവനൊരു ഹെൽപ്പ് ചെയ്യുവാൻ ആരുമില്ല. അവൻ പറഞ്ഞു, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അന്ന് വരെ കഴിഞ്ഞ 38 വർഷമായിട്ട് അവൻ കാണുന്ന കാഴ്ച, വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ആളുകൾ സൗഖ്യം പ്രാപിച്ച് കയറിപ്പോകുന്നത്. ഇവിടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന താൻ യജമാനൻ എന്ന് വിളിച്ച യേശു പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. നോക്കണമേ, ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരു രോഗക്കിടക്കയിലായിരിക്കാം, നിന്നെ സഹായിക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല.
നീ വിചാരിക്കുന്ന രീതിയിൽ ഒരു സൗഖ്യം കിട്ടുവാൻ നീ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കഴിക്കുന്ന മരുന്ന് മൂലം, നീ കാണിക്കുന്ന ഡോക്ടർ നിമിത്തം. അനേകർ അങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നിനക്ക് ഒരു സൗഖ്യം ലഭിക്കണമെന്ന് നീ ആഗ്രഹിച്ചുകൊണ്ട് നീ കിടക്കയിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ നിരാശ നിമിത്തം നീ ഇനി രോഗസൗഖ്യം ലഭിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. നീ മനുഷ്യനിൽ ആശ്രയിച്ച്, ഡോക്ടർമാരിൽ ആശ്രയിച്ച്, മരുന്നിൽ ആശ്രയിച്ച് നീ അവിടെ ഒരു ഒത്തുചേർന്ന് കിടക്കുകയാണ്. ഈ ആശ്രയത്തിൽ ഒത്തുചേർന്ന് കിടക്കുകയാണ്. എന്നാൽ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു യേശു ഉണ്ട്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്. അവന്റെ വാക്കുകൾക്ക് നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അവന്റെ വാക്കിന്റെ ശക്തി അധികാരമുള്ളതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് അവനാണ്. സൂര്യനെയും ചന്ദ്രനെയും കോടാനുകോടി നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് അവനാണ്. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചത് അവനാണ്. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തത് അവനാണ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് യേശുവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നീ വ്യസനത്തോടെ വിഷമിച്ച് നീ ആ കിടക്കൽ കിടക്കുകയാണോ? നിന്നെ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ട്. ആ യേശു വാക്കുകൊണ്ട് നിന്നെ സൗഖ്യമാക്കും. നീ ആ യേശുവിനെ വിശ്വസിക്കുമോ? കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? നിന്റെ ബുദ്ധി കൊണ്ട് നീ കണക്കൂട്ടി വെച്ചിരിക്കുന്ന ചില മരുന്നുകൾ, അനേക ആളുകൾ ആ മരുന്ന് മുഖാന്തരം സൗഖ്യമായിട്ടുണ്ടാകും. അനേക ആളുകൾ ആ ഒരു ആയുർവേദ ട്രീറ്റ് മുഖാന്തരം സൗഖ്യമായിട്ടുണ്ടാകും. എന്നാൽ നിനക്ക് സൗഖ്യം ലഭിച്ചിട്ടില്ല. നീ ആരെയാണ് നോക്കിയിരിക്കുന്നത്? നിന്നെ സൗഖ്യമാക്കുവാൻ യേശു നിന്റെ അരികെ വരും. നീ ആ യേശുവിനെ ഒന്ന് വിളിക്കുമോ? യേശുവേ, എന്നെ സൗഖ്യമാക്കണമെന്ന് നീ ഒന്ന് പറയുമോ? ഈ രോഗം ഒരു പാപത്താൽ വന്നതായിരിക്കാം. നിന്റെ പാപത്തെ ക്ഷമിച്ച് നിനക്ക് രോഗസൗഖ്യം തരുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം യേശു മാത്രമാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണം. ഇവിടെ കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. ഒരു പാപം നിമിത്തം വന്നതായിരിക്കാം ഈ ഒരു രോഗം. അതുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകണ്ട. ഇത്രയും വർഷമായില്ലേ, അനേക ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചില്ലേ, അനേക ദൈവമക്കൾ കൂട്ടം ചേർന്ന് പ്രാർത്ഥിച്ചില്ലേ. നീ നിരാശപ്പെട്ട് പിശാചിനിടം കൊടുക്കല്ലേ. നിന്നെ സൗഖ്യമാക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. അവന്റെ വചനത്തിന് നിന്നെ സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ വചനം നിന്നെ സൗഖ്യമാക്കുന്ന വചനമാണ്. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം ലഭിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ദൈവവചനത്തെ വിശ്വസിക്കുക. ഈ വചനം സത്യവചനമാണ്, മാറ്റമില്ലാത്ത ദൈവവചനമാണ്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലെ കഠിനതെല്ലാം മാറ്റി, യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് നീ പരമാർത്ഥ ഹൃദയത്തോടെ യേശുവിനോട് നിലവിളിക്കുമോ? നീ കിടക്കുന്ന കിടക്കയുടെ അടുക്കിലേക്ക് യേശു കടന്നു വരും. അവൻ എവിടെയും കടന്നു ചെല്ലുന്ന ദൈവമാണ്. അവന് കടന്നു വരാൻ കഴിയാത്ത ഒരിടവുമില്ല. അവൻ നിന്റെ അരികിലേക്ക് വരുന്ന ദൈവമാണ്. നീ ദൈവത്തോടൊന്ന് അടുത്ത് ചെല്ലുമോ? അവൻ നിന്റെ അടുക്കിലേക്ക് അടുത്ത് വരും. നീ പിശാചിനോടൊന്ന് എതിർത്ത് നിൽക്കുമോ? അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. പിശാച് പറയും, ഇതിന് സൗഖ്യമാകയില്ല, ഇത് ഇത്രയും വർഷമായില്ലേ, ഇത് ദീർഘവർഷങ്ങളായില്ലേ, ഇതിന് സൗഖ്യമാകയില്ല, ഇതിനെ ഒരിക്കലും ആരാലും ഗുണപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പിശാച് നിന്നോട് വഞ്ചന പറഞ്ഞുകൊണ്ടിരിക്കും, നിന്നോട് നുണ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ യേശു നിന്നെ സൗഖ്യമാക്കും. യേശുവിനെ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ യേശുവിനെ വിശ്വസിക്കുക, യേശുവിൽ ആശ്രയിക്കുക. നിന്നെ ഇതുവരെയും ചികിത്സിച്ച ഡോക്ടർമാർ എന്താണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്? ഇത് സൗഖ്യമാകയില്ല, ഇതിന് ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഡോക്ടർമാർ വിധി എഴുതിയ അനേക രോഗങ്ങൾ, ഇനി സൗഖ്യമാകില്ല എന്ന് പറഞ്ഞ അനേക രോഗങ്ങൾ സൗഖ്യമായിട്ടുണ്ട്. 24 മണിക്കൂറും 48 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തുവിട്ട അനേക ആളുകൾ ജീവിച്ചിരുന്ന കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ നിന്നെ സൗഖ്യമാകും. ഇന്ന് ഈ വചന കേൾവി നിന്റെ രോഗസൗഖ്യത്തിനൊരു മുഖാന്തരമായി തരട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, പിശാച് ഞങ്ങളെ പല രീതിയിലും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ അവൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. ഏദൻ തോട്ടത്തിൽ അവൻ ആദാമിനെയും ഹവ്വായെയും നുണ പറഞ്ഞ് പറ്റിച്ചതുപോലെ ഇന്നും അങ്ങയുടെ ജനത്തെ അവൻ നുണ പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. എന്നാൽ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തോട് അടുത്ത് എലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന്. ഞങ്ങൾ
എവിടെയായിരുന്നാലും ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവമായിരിക്കുന്ന ഒരു സ്തോത്രം. ബെഥസ്ദാ കുളക്കടവിൽ കർത്താവെ 38 വർഷമായിട്ട് കിടന്ന ആ മനുഷ്യന്റെ അടുക്കിലേക്ക് അങ്ങ് കടന്നു വന്നു കർത്താവെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആ ഒരു സഹോദരൻ, ആ ഒരു സഹോദരി കർത്താവെ, വളരെ വ്യഥയിലും കഷ്ടപ്പാടിലുമായിരിക്കും. അവരെ സഹായിക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഒരുപക്ഷെ ആ കിടക്കിൽ വളരെ നിരാശപ്പെട്ടവർ കിടക്കുമ്പോൾ യേശുവേ, നീ അവിടെ ചെന്ന് അവരെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീ അവരോട് ദയ കാണിക്കണമേ കർത്താവെ. അങ്ങിന്നും പ്രവർത്തിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗക്കിടക്കയിൽ കിടക്കുന്ന സഹോദരൻ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു കർത്താവെ. നീ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കാതെ സ്തോത്രം കർത്താവെ. അനേകർ കഷ്ടത്തിലായിരിക്കുന്നു, രോഗത്തിലായിരിക്കുന്നു, കിടക്കയിലായിരിക്കുന്നു. കർത്താവ് സൗഖ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും വിശിഷ്യ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേകര് ഈ ചാനൽ കർത്താവ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ, കാണുവാൻ, വചനം കേൾക്കുവാൻ, സത്യം അറിയുവാൻ, സത്യത്താൽ സ്വതന്ത്രമാക്കപ്പെടുവാൻ തക്കോണം കർത്താവിടെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടെ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.